ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ? ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു വലിയ പീസ് ചിക്കൻ ബ്രസ്റ്റ് പീസും 2 ലെഗ് പീസുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1.5 സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രമായിരിക്കണം. അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി നമുക്ക് ചോപ്പറിലിട്ട് അടിച്ചെടുക്കാം. മിക്സിയിൽ അടിക്കുന്നതിനും കുഴപ്പമില്ല. ചോപ്പറിലാകുമ്പോൾ ഇച്ചിരി കൊത്തി അരിഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടും. അങ്ങനെ ചോപ്പറിലിട്ട് അടിച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് മിക്സ് ചെയ്യുക. കാരണം ഞാൻ പച്ചമുളക് ഉടനെ ചേർക്കാതിരുന്ന ചിലപ്പോൾ ആ പച്ചമുളകിൻ്റെ സ്മെല്ലടിച്ച് നമുക്ക് ചുമയ്ക്കുന്ന ടെൻഡൻസിയൊക്കെ വരും. അതുകൊണ്ടാണ് പച്ചമുളക് പിന്നീട് ചേർത്താൽ മതി. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ലൈറ്റായിട്ടൊന്ന് വാടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ പച്ചമുളക് ചേർക്കാം. ഈ പച്ചമുളക് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. അത് ജസ്റ്റ് ഒന്ന് വാട്ടിക്കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഒരു 2 തണ്ട് ഞാൻ കറിവേപ്പിലയാണ് ചേർക്കുന്നത്. കറിവേപ്പില നിങ്ങൾക്ക് വേണമെങ്കിൽ അരിഞ്ഞിടുന്നെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ ചോപ്പറിലിട്ട് നമുക്ക് പച്ചമുളകിൻ്റെ കൂടെ ചോപ്പറിലിട്ട് അടിച്ചാലും കുഴപ്പമില്ല. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ലൈറ്റ് ബ്രൗൺ ആകുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ നേരത്തെ എടുത്ത് വെച്ച 1.5 സവോള ഇല്ലേ, അത് ഞാൻ ചോപ്പറിലിട്ട് അടിച്ചെടുത്താണ്. നിങ്ങളുടെ ചോപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൊത്തി എരിഞ്ഞിടാം കേട്ടോ. അതും ഇട്ട് നല്ലപോലെ ഇത് വഴറ്റി ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്ന വരെ വഴറ്റിയെടുക്കണം. പിന്നെ ഞാനൊരു കാര്യം പറയാൻ പറ്റുമോ, നമ്മൾ നേരത്തെ ചിക്കൻ എടുത്ത് വെച്ചില്ല, അത് ഞാൻ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ചതാണ്. ഞാൻ ചിക്കൻ ബ്രസ്റ്റും ചിക്കൻ ലെഗും എടുക്കാൻ കാരണമെന്ന് വെച്ചാൽ എല്ലുള്ള പീസുള്ള ചിക്കൻ വെച്ച് ചെയ്യുമ്പോൾ കട്ട്ലേറ്റിന് വേറൊരു ടേസ്റ്റ് കേട്ടോ. കൂടുതൽ നമുക്ക് ആ എല്ലുള്ള പോർഷൻ നിങ്ങൾ നോക്കിയെടുക്കുക കട്ട്ലേറ്റൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ അതിൽ നമുക്ക് പിച്ചിയെടുത്ത് ചോപ്പറിലിട്ട് അടിച്ചെടുത്താൽ മതി. മിക്സിയിലാണെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ എല്ലുള്ള പീസായിരിക്കും നല്ലത്. കണ്ടോ, ഇത് ഞാനിപ്പോൾ ചോപ്പറിലിട്ട് അടിച്ചെടുത്തതാണ്. ഇപ്പോൾ അത് ഇതുപോലെ കൊത്തി അരിഞ്ഞ രീതി കിട്ടി. അപ്പോൾ ഇത് ഇട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് ഞാൻ ഒരു ജസ്റ്റ് നമ്മൾ കുക്കറിലൊന്നും വെക്കേണ്ട, ജസ്റ്റ് ഒരു ചീനച്ചട്ടിയിൽ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചതാണ്. അതുകൊണ്ട് ഉപ്പ് ഇപ്പം നമ്മൾ ഉടനെ ആഡ് ചെയ്യേണ്ട, കാരണം ഈ ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷമൊക്കെ നമ്മൾ ഉപ്പ് ആഡ് ചെയ്താൽ മതി. കാരണം ചിക്കനിൽ നമ്മൾ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തത് കൊണ്ടാണ് ഞാൻ നേരത്തെ ഒന്ന് ഉപ്പ് ചേർക്കാതിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇനി ചെയ്യേണ്ടതാണ്, ഇത് നന്നായിട്ട് മൊരിച്ചെടുക്കണം. നല്ലപോലെ മൊരിച്ചെടുക്കണമെന്ന് വെച്ചാൽ ചിക്കൻ ഫ്രൈ ചെയ്ത് അത്ര ഇതിൽ പോകണ്ട, എന്നാലും ഒന്ന് നമ്മൾ ആ മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് മൊരിച്ചെടുക്കാൻ. ഇതിലാണ് ടേസ്റ്റ് ഇരിക്കുന്നത്, ആ കട്ട്ലേറ്റിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്ന ഈ ചിക്കൻ ഇങ്ങനെ മൊരിച്ചെടുക്കുമ്പോഴാണ്. അപ്പോൾ അത് ഇച്ചിരി ടൈം എടുക്കും. നിങ്ങൾ ഒരു 20-25 മിനിറ്റോളം ചിക്കൻ ഇതുപോലെ ഇട്ട് ഇളക്കി നല്ലപോലെ മൊരിച്ചെടുക്കണം കേട്ടോ. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചിക്കൻ കട്ട്ലേറ്റിന്. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂണ് ഗരം മസാലപ്പൊടി, ഇത് ഹോം മെയ്ഡ് ഗരം മസാലപ്പൊടിയായിട്ടോ ചേർത്തിരിക്കുന്നത്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, കാരണം ഓൾറെഡി നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്ത്, അതുകൊണ്ട് ശ്രദ്ധിച്ചിടണം കേട്ടോ. അത് കഴിഞ്ഞ് ഇത് നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഒന്ന് മൊരിച്ചെടുക്കുന്ന രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു 20-25 മിനിറ്റെങ്കിലും നിങ്ങളിതിട്ട് മൊരിച്ചിട്ടേ ചെയ്യാവുള്ളൂ. മുളക് പൊടിയൊന്നും ഇല്ല കേട്ടോ ഇതിലേക്ക്, ഇത് ഇത്ര പൊടി ഐറ്റംസേ ഉള്ളൂ. ഇനി ഞാനിത് 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുക്കുക. അത് ഞാൻ കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ്. ഇതുപോലെ നമുക്കിങ്ങനെ അമുക്കും ഇങ്ങനെ സ്മാഷ് ചെയ്ത് വരണം കേട്ടോ. നമ്മൾ ഇങ്ങനെ സ്മാഷ് ചെയ്തെടുത്താൽ മതി. സ്പൂൺ വെച്ച് ഫോർക്ക് വെച്ച് ഇങ്ങനെ സ്മാഷ് ചെയ്തെടുക്കാമല്ലോ കേട്ടോ. അത് എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് നല്ലതായിട്ട് എടുക്കണം. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കുക. നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇൻ കേസ് നിങ്ങളുടെ ഉപ്പ് ഇതിൽ കൂടിപ്പോയെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളൊരു ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിച്ച് പെട്ടെന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ചിലർ ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യും, പക്ഷേ അതിനേക്കാളും നല്ലത് ഉരുളക്കിഴങ്ങ് തന്നെ ആഡ് ചെയ്യുന്നത്. പിന്നെ വെള്ളത്തിൻ്റെ അംശം കൂടുതലുണ്ടെങ്കിൽ ചിലർ ബ്രെഡ് ക്രംസ് ഒക്കെ ആഡ് ചെയ്യും. അപ്പോൾ അതൊരു നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ലൂസായിട്ട് പോകും. നമ്മൾ കട്ട്ലേറ്റ് പിടിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ടിയായിട്ട് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റണം. ആ രീതിയിലായിരിക്കണം കട്ട്ലേറ്റിൻ്റെ കൺസിസ്റ്റൻസി ഇരിക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം. ഇപ്പം കട്ട്ലേറ്റിനൊക്കെ ഓരോ മോൾഡൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഓരോ ഷേപ്പിൽ, ഹാർട്ടിൻ്റെ ഷേപ്പ് ഓരോ ഷേപ്പിലുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഈ പഴയ കാലത്തെ ട്രഡീഷണൽ രീതിയിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ വട്ട ഷേപ്പിലൊക്കെ ആക്കിയെടുക്കുന്നത്. അപ്പോൾ കട്ട്ലേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഈ ഷേപ്പല്ലേ നമ്മളെപ്പോഴും കുട്ടിക്കാലത്തോടെ കാണുന്ന ഒരു ഷേപ്പ്. ഇപ്പോഴാണ് പുതിയ പുതിയ ഷേപ്പുകളൊക്കെ വരുന്ന കട്ട്ലേറ്റിന്. പിന്നെ ഞാനിവിടെ മുട്ടയിൽ മുക്കിയിട്ട് ഇത് ഞാൻ ബ്രെഡ് ക്രംസിലേക്കാണ് വെച്ചിരിക്കുന്നത്. അതിലിങ്ങനെ കോട്ട് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങളുടെ ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ ബ്രെഡ് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുത്ത് അതൊന്ന് ജസ്റ്റ് ഒരു ചീനച്ചട്ടിയിൽ എന്തെങ്കിലും ഇട്ടൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബ്രെഡ് ക്രംസ് പോലെ തന്നെ നമുക്കത്. പിന്നെ എനിക്ക് വേറൊരു പ്രോബ്ലം ഇവിടെ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഞാനിത് ഫ്രൈ ചെയ്യുന്ന വീഡിയോ എനിക്ക് റെക്കോർഡായിട്ടില്ലായിരുന്നു.
അപ്പം ഫ്രൈ ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യം, എന്നാലും ഞാൻ പറയാം. ഒരു ചീനച്ചട്ടിയിൽ നല്ലതായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഡീപ്പ് ഫ്രൈ ചെയ്താണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാനിത് കട്ട്ലേറ്റ് ഉണ്ടാക്കിയത് വെളിച്ചെണ്ണയിലാണ്. അപ്പം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യണം, അല്ലെങ്കിൽ ഒരുമാതിരി പത പോലെ വരും. ഏത് എണ്ണ യൂസ് ചെയ്യുന്ന വെച്ചാൽ ആ എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുക കേട്ടോ. ഇത് ഞാൻ ഫ്രൈ ചെയ്തതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പം എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ, സി യു.